ത്തിലുള്ളവരോടൊക്കെ വഴക്കിട്ടിട്ട് വീട് വിട്ടിറങ്ങുകയാണ്. പിണങ്ങിപ്പോയ ശങ്കർ ഒരു 3 ദിവസം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു. എന്നാൽ ആരും ഫോൺ എടുത്തില്ല. പിറ്റേ ദിവസം, അതായത് സെപ്റ്റംബർ 16-ന് ഇയാൾ വീണ്ടും വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴും ആരും ഫോൺ എടുത്തില്ല. അതോടെ ഇനിയിപ്പോൾ പോയി നോക്കാം എന്ന് കരുതി അയാൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയാണ്. ഇനി എല്ലാവരും കൂടി എവിടേക്കെങ്കിലും പോയി കാണും എന്ന് കരുതി ശങ്കർ തിരിച്ച് അയാളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ശങ്കർ ജോലിക്കും പോയി. ജോലി സ്ഥലത്തെത്തിയ ശങ്കർ വീണ്ടും വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴും ആരും ഫോൺ എടുത്തില്ല. ഇതോടെ ശങ്കർ അയൽപക്കത്തെ വീട്ടിലേക്ക് വിളിച്ച് എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് പോയി നോക്കുമോ എന്ന് പറയുന്നു. അപ്പോൾ ആ അയൽപക്കക്കാരൻ നോക്കിയിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ് ശങ്കറിൻ്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ച ആ അയൽപക്കക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വീട്ടിൽ നിന്നും വല്ലാത്ത ഒരു നാറ്റം വെളിയിലേക്ക് വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇത് കേട്ട് പേടിച്ച ശങ്കർ പെട്ടെന്ന് വീട്ടിലേക്കെത്തി. ശങ്കർ വന്ന പാടെ വീടിൻ്റെ സൈഡിലെ ഒരു ജനൽ ശക്തമായി തള്ളി തുറന്നു നോക്കി. ആ ജനാലയ്ക്കുള്ളിലൂടെ നോക്കിയ അയാൾ കണ്ട കാഴ്ച വളരെ ഭീകരമായിരുന്നു. ഹാളിൽ ഭാര്യ ഫാനിൽ ജീവനൊടുക്കി നിൽക്കുന്നതാണ്. ശങ്കർ ഇത് കണ്ടതും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഈ ഒരു നിലവിളി കേട്ട് നാട്ടുകാരൊക്കെ അവിടെ ഓടിക്കൂടുകയാണ്. ശങ്കർ ഉടനെ ആ വീടിൻ്റെ മുൻവാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ ചിലരത് തടഞ്ഞു. അവർ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് വന്ന് വാതിൽ പൊളിച്ച ശേഷമാണ് ശങ്കർ ആ വീട്ടിലേക്ക് കയറിയത്. ആളിൽ മരിച്ചു നിൽക്കുന്ന ശങ്കറിൻ്റെ ഭാര്യയായ ഭാരതി എന്ന 53-കാരിയുടെ ബോഡി കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവർ മരിച്ചിട്ട് 3-4 ദിവസം കഴിഞ്ഞതാണെന്നും. ശങ്കറിനോട് ഈ വീട്ടിൽ മറ്റാരെങ്കിലും ഇവരെ കൂടാതെ ഉണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത്, ഞാനും എൻ്റെ ഭാര്യയും അല്ലാതെ ഞങ്ങളുടെ 3 മക്കളും 2 കൊച്ചുമക്കളും ഇവിടെ ഉണ്ടെന്നാണ്. പെട്ടെന്ന് തന്നെ പോലീസ് മറ്റു റൂമുകളിലേക്ക് നോക്കാൻ ചെല്ലുമ്പോൾ കാണുന്നത് എല്ലാ റൂമുകളും അകത്ത് കുറ്റിയിട്ടിരിക്കുകയാണ്. ഒരു മുറി ചവിട്ടിപ്പൊളിച്ച് നോക്കുമ്പോൾ ശങ്കറിൻ്റെ ഇളയ മകൾ ഭാരതിയെ പോലെ ഫാനിൽ നിൽക്കുന്നതാണ്. കഷ്ടം എന്തെന്നാൽ ആ മരിച്ചു നിൽക്കുന്ന ഇളയ മകളുടെ 9 മാസം പ്രായമുള്ള കുഞ്ഞും ബെഡിൽ മരിച്ചു കിടക്കുകയാണ്. തൊട്ടടുത്ത മുറിയിലും ഇതേപോലെ ചവിട്ടിപ്പൊളിച്ച് നോക്കിയപ്പോൾ ശങ്കറിൻ്റെ മൂത്ത മകളും ഇതേപോലെ മരിച്ചു കിടക്കുകയാണ്. അപ്പോഴാണ് ആ മൂത്ത മകളുടെ കുട്ടിയായ 2.5 വയസ്സുകാരി ആ മുറിയിൽ ടീപ്പോയ്ക്കടിയിൽ ഒളിച്ചിരിക്കുന്നത് പോലീസ് കണ്ടത്. ആ റൂമിൽ തന്നെയാണ് മധുസാഗറും ഫാനിൽ നിൽക്കുന്നത്. ആ കുട്ടി ഈ പറഞ്ഞ 3 ദിവസമായിട്ടും ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ തീർത്തും അവശ നിലയിലായിരുന്നു. കുട്ടിക്ക് ജീവനുണ്ട് എന്നത് ഒരു മഹാഭാഗ്യം തന്നെയായിരുന്നു. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിൽ 5 പേരും മരിച്ചതിൽ നിന്നും ഒരു മോഷണ ശ്രമവും ആ വീട്ടിൽ നടന്നതായിട്ട് കണ്ടെത്താനായിട്ടില്ല. കാരണം ഒരു മുട്ടുസൂചി പോലും അവിടെ നിന്ന് പോയിട്ടുമില്ല. എന്താണ് ആ വീട്ടിൽ ശരിക്കും നടന്നത്? ശങ്കർ എല്ലാവരെയും കൊന്നിട്ട് ഇനി നാടകം വല്ല നടത്തുന്നതാണോ? കർണാടകയിൽ നടന്ന വളരെ സെൻസേഷണലായ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കർണാടകയിലെ രമണകരയിലെ തിലകപ്പാളയത്ത് താമസിക്കുന്നവരാണ് ശങ്കറും ഭാര്യ ഭാരതിയും. ഇവർക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൾ 34-കാരി സിഞ്ചന, രണ്ടാമത്തെ മകൾ 31-കാരി സിന്ധുറാണി, മൂന്നാമത്തെ മകൻ 25-കാരൻ മധുസാഗർ. ശങ്കർ കർണാടകയിലെ ഒരു പത്രം ഓഫീസിലെ ന്യൂസ് എഡിറ്ററാണ്. ഇവരുടെ വീടെന്ന് പറയുന്നത് 2 നിലയുള്ള ഒരു വലിയ വീടാണ്. മൂത്ത മകളായ സിഞ്ചന MBA-കാരിയാണ്. 2015 പ്രവീൺ എന്ന ഒരാളുമായിട്ട് സിഞ്ചനയുടെ കല്യാണവും കഴിഞ്ഞു. ഇവർക്ക് ഒരു പെൺകുട്ടിയാണുള്ളത്. അതിൻ്റെ പേര് പ്രകാശ. ശങ്കറിൻ്റെ രണ്ടാമത്തെ മകൾ സിന്ധുറാണി BA-കാരിയാണ്. ശ്രീകാന്ത് എന്ന ഒരാളുമായിട്ട് 2020 കല്യാണവും കഴിഞ്ഞു. ആ ഒരു കല്യാണമെന്ന് പറയുന്നത് വളരെ ആർഭാടത്തോടെ അളവറ്റ സ്വർണ്ണമൊക്കെ കൊടുത്ത് നടത്തിയ ഒരു കല്യാണമാണ്. എന്തൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാലും സിന്ധുറാണി ഗർഭിണിയായതോടെ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളും തുടങ്ങി. ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചതോടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പിണങ്ങി സിന്ധുറാണി സ്വന്തം വീട്ടിലേക്ക് വന്നു നിന്നു. അതിനു മുന്നേ സിഞ്ചന, അതായത് ഈ മൂത്ത മകൾ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് അമ്മ വീട്ടിൽ ഓൾറെഡി വന്ന് നിന്നു. 2 സഹോദരിമാരും അങ്ങനെ ഭർത്താക്കന്മാരുമായി ഇടഞ്ഞ് മക്കളെയും കൊണ്ട് അമ്മ വീട്ടിലായി താമസം. ശങ്കർ ഈ 2 പെൺമക്കളോടും നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുമായിട്ടുള്ള പ്രശ്നമൊക്കെ തീർത്ത് അവരുടെ കൂടെ പോയി താമസിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഇവരൊരിക്കലും ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞ് ശങ്കറിൻ്റെ വാക്കുകൾ പാടെ തള്ളുകയാണ് ചെയ്തത്.
ഇതിൽ മകനായ മധുസാഗറിന് ബാങ്കിൽ, അതായത് ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവനൊരു കല്യാണമൊക്കെ കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് ശങ്കറും ഭാരതിയും പെണ്ണ് നോക്കാൻ തുടങ്ങി. എന്നാൽ വന്ന പ്രപ്പോസലുകളെല്ലാം ഭർത്താക്കന്മാരുമായി പിണങ്ങി വന്ന് നിൽക്കുന്ന സഹോദരിമാരുള്ള വീട്ടിൽ ഞങ്ങളുടെ മക്കളെ അയക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് പെൺവീട്ടുകാരെല്ലാവരും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ശങ്കറിൽ ഇത് വലിയൊരു വിഷമമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഭാരതി പെൺമക്കൾക്ക് സപ്പോർട്ടായിരുന്നു. ഇത് കാരണം ശങ്കറും ഭാരതിയും തമ്മിൽ നിത്യവും വഴക്കും തുടങ്ങി. ശങ്കർ പെൺമക്കളോട്, നിങ്ങൾ കാരണം നിങ്ങളുടെ അനിയൻ്റെ ജീവിതം ഇങ്ങനെ നിന്നു പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അവരതൊന്നും കേട്ടതുമില്ല. അതിനെ ചൊല്ലി അവിടെ വഴക്കുകളും ഉണ്ടായി. എന്നാൽ ഭാര്യയും പെൺമക്കളും അത് മൈൻഡ് ചെയ്യാത്തതിൽ ശങ്കർ പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞ് പിണങ്ങി വീട് വിട്ടു പോവുക, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരിക, ഇതൊക്കെ പതിവായിരുന്നു. ഭാരതി പറഞ്ഞത് മകൻ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ വേണ്ട, അവൻ ഇങ്ങനെ ജീവിക്കട്ടെ എന്നാണ്. പോകെ ശങ്കർ വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നത് കുറച്ചു. ഡെയിലി അയാൾ ജോലിക്ക് പോകും, തിരിച്ചു വരും, അയാളുടെ കാര്യം നോക്കും. അതല്ലാതെ ഒരാളോടും അയാൾ സംസാരിക്കാൻ പോലും നിൽക്കില്ല. ഒരു ദിവസം ഭാരതി ശങ്കറിനോട് പറയുകയാണ്, മധുസാഗറിന് ബാങ്ക് ജോലി ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെയാണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ബാർ നടത്തണമെന്നാണ് ആഗ്രഹം. അതിനൊരു 10 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കണം. ഇതിനു വേണ്ടി മധുസാഗറും ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി അച്ഛൻ്റെ സൈനിന് വേണ്ടി ശങ്കറിൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുക. എന്നാൽ ശങ്കർ ബാങ്ക് ജോലി കളഞ്ഞ് ഒരു ബാർ തുടങ്ങാൻ എന്തായാലും നിന്നെ ഞാൻ സഹായിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇത് ശങ്കറും കുടുംബത്തിലുള്ളവരുമായി അടുത്ത വഴക്കിന് കാരണമായി. വീട്ടിലെ നിരവധി പൊരുത്തക്കേടുകൾ കാരണം അയാൾ മിക്ക ദിവസവും പുറത്തെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പിണങ്ങിപ്പോകുമ്പോഴെല്ലാം ഭാരതിയും മക്കളും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ട്രിപ്പ് പോകുന്നതും പതിവായിരുന്നു. അങ്ങനെ പതിവ് വഴക്ക് 12-ാം തീയതി നടക്കുകയും ശങ്കർ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. വീട് വിട്ട് ഇറങ്ങിപ്പോയ ശങ്കറിന് കുറച്ച് സമയം കഴിഞ്ഞ് മധുസാഗർ അപ്പാ എന്ന് ഒരു മെസ്സേജ് ഇട്ടിരുന്നു. എന്നാൽ ദേഷ്യത്തിൽ പോയ ശങ്കർ അതിന് റെസ്പോണ്ട് ചെയ്തില്ല. ശങ്കർ ഇറങ്ങിപ്പോയപ്പോൾ മധുസാഗർ അമ്മയോടും ചേച്ചിമാരോടും അച്ഛന് വേണ്ടി വഴക്കിട്ടെന്നും പറയപ്പെടുന്നു. അതിനുശേഷമാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതെല്ലാം നടന്നത്. ഇവരുടെയൊക്കെ ബോഡി ഓട്ടോപ്സി ചെയ്തതിൽ എല്ലാവരും ശ്വാസം മുട്ടി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. ആ 9 മാസമുള്ള കുഞ്ഞ് ഭക്ഷണം കിട്ടാതെ അവിടെ കിടന്ന് മരിച്ചെന്നുമാണ് ഓട്ടോപ്സിയിൽ കാണിക്കുന്നത്. ഒരു കത്ത് പോലും ഇവരുടെ ആരുടെ റൂമിൽ നിന്നും കിട്ടിയിട്ടില്ല. മധുസാഗറിൻ്റെ ഒരു ഡയറിയാണ് പോലീസിന് അവിടെ നിന്നും കിട്ടിയത്. അതിൽ ആ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം അപ്പോഴപ്പോഴ് അയാൾ എഴുതിയിരുന്നു. ശങ്കർ പോലീസിനോട് പിന്നീട് പറഞ്ഞത്, ഇതിനെല്ലാം കാരണം എൻ്റെ ഭാര്യ ഭാരതിയാണ്. കാരണം അവളാണ് പെൺമക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാതെ അവരുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് എന്നാണ്. എല്ലാവരുടെ ബോഡിയും അഴുകിയിരുന്ന നിലയിലാണ് കണ്ടെത്തിയതെങ്കിലും മധുസാഗറിൻ്റെ ബോഡി മാത്രം അഴുകിയ നിലയിലല്ല കിട്ടിയത്. പോലീസ് പറയുന്നത് അച്ഛൻ വീട് വിട്ട് പോയതിന് പിന്നാലെ അമ്മയോടും സഹോദരിമാരോടും മധുസാഗർ വഴക്കുകൂടി. അതിൽ മനംനൊന്താണ് അമ്മയും സഹോദരിമാരും സ്വയം ജീവനൊടുക്കിയത്. അവരുടെ മരണം കണ്ട ശേഷമായിരിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് മധുസാഗറും ജീവനൊടുക്കി. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ.